ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റാൻഡം മീഷോ ഹോളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മളിന്ന് കാണിക്കുന്നതിൽ ക്ലോത്ത്സും വരുന്നുണ്ട്, ഫുഡ് വെയർസ് വരുന്നുണ്ട്, അതേപോലെ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇതിൽ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വർത്തായിട്ട് തോന്നി. സോ ഞാൻ വിചാരിച്ചു ഒരു റാൻഡം ഹോൾ പോലെ നമുക്ക് ചെയ്യാമെന്ന്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് ഓക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടുന്ന ഈ ഒരു കുർത്തിയാണ് ആദ്യം കാണിച്ചു തരുന്നത്. ഇത് വൈറ്റിൽ ഫുൾ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയ പ്രിൻ്റ് ഫുൾ കംപ്ലീറ്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല വർത്തായിട്ട് തോന്നുന്നു. ഇതിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം പ്രിൻ്റ് പോലെ തന്നെ നമ്മളെ നെക്കിലും വന്നിട്ടുണ്ട്. ഒരു കോളർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു നെക്കാണ്. നമ്മൾ എന്തായാലും കുറച്ച് വീക്ക് നെക്ക് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ നമ്മൾ എന്തായാലും ഒരു ഇന്നറിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ അഥവാ നിങ്ങൾക്ക് ഇന്നറിട്ട് കൊടുക്കാൻ പ്രശ്നമുള്ളവരാണെങ്കിൽ, അല്ലാതെ സ്ലിപ്പിട്ട് കൊടുക്കണം എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഭയങ്കര സീത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. നിങ്ങൾക്ക് അത്ര ഇടാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ അറിയാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ റെഡിയാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഒരു കുർത്തി. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. എൻ്റെ നോർമൽ സൈസാണ് എടുത്തിട്ടുള്ളത്. അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റിയിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് 356 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ എന്തായിട്ടും ഞാൻ ഇവിടെ സ്ക്രീനിൽ പ്രൈസ് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. മീഷോയിൽ ഞാനിങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ കളറാണ് പെട്ടെന്ന് ഞാൻ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പിങ്ക് കളറ് ഭയങ്കര രസമാണല്ലോ. നമ്മൾ ഒരു സോളിഡ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഒരു പിങ്ക് ബാഗ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. സോ അങ്ങനെ കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ബാഗാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ബാഗ് വന്നിട്ടുള്ളത്. സോ 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ. 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് ഈ ഒരു സംഭവത്തിന് ഉള്ള ഒരു ഉള്ളൊക്കെ ഉണ്ട്. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്. ഈ ഒരു എന്താ പറയുക, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 2 രീതിയിലിട്ടിട്ടും കാണിക്കുന്നുണ്ടാവും. ലെങ്ത്തിലും അല്ലാതെ ഷോർട്ടായിട്ട് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും ഷോൾഡർ ബാഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്താൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 194 റുപ്പീസിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് ഈ ഒരു ബാഗ് എന്തുകൊണ്ടും വർത്താണ്. കണ്ണും പൂട്ടി വാങ്ങിക്കാം. സ്റ്റൈൽ ചെയ്യാനൊക്കെ കുറച്ച് ഭംഗിയായിട്ട് തോന്നി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ഷൂസാണ്. നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഷൂസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷൂസാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി. നല്ലൊരു വെൽവെറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സോ അടിപൊളിയാണ്. സോ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വർത്തായിട്ട് തോന്നുന്ന ഒന്നാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു റാൻഡം ഹോൾ പോലെ, അല്ലാതെ ഇത് മാത്രമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് കാണിക്കും. ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എത്രത്തോളം നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും ഷോർട്സ് അറിയില്ല കേട്ടോ. സോ അതിൻ്റെ ലിങ്ക്, മെയിനായിട്ട് ലിങ്കാണ് നമ്മൾ ഷോർട്സിൽ ത്രൂ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ചെയ്യാറ്. സോ അപ്പോൾ അത് എത്രത്തോളം ആളുകൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതായിരിക്കും കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, നിങ്ങൾക്ക് കമൻസിൽ എന്തെങ്കിലും അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫുഡ് വെയർ. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ സൈസ് വന്നിട്ട് 39 ആണ്. ഓക്കെ.
സോ അടിഭാഗം ഒക്കെ തന്നെ നല്ല നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ഫുഡ് വെയർ ആണ്. സോ ജസ്റ്റ് 200 സംതിങ് ആണ് ഈ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. 298 283 അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ടാവും. സോ 200 സംതിങ്ങിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും വർത്ത് ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ദിസ്. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഇതാണ്. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഈ ഒരു കുർത്തി ഇത് രണ്ട് ഭാഗത്ത് സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്ക് വിത്ത് സീക്വൻസി വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ആലിയ കട്ട് പോലെയാണ് കേട്ടോ വരുന്നത്. നെക്ക് ഒരു ജസ്റ്റ് ഒരു റൗണ്ട് പ്ലസ് ഇതിനെന്താ പറയുക, ഈ ഒരു നെക്കാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവല്ലോ, ഈ ഒരു നെക്കാണ് വരുന്നത്. പിന്നെ സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവിലാണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറാണ്. സോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ കളർ നൽകാൻ നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഡൗട്ടൊന്നും വേണ്ട. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാഫ് ലെങ്ത് ആണ് വരുന്നത്. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. ഓക്കെ, അപ്പോൾ XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് ആലിയ കട്ടിൽ വരുന്നതിനുണ്ട്, കുറച്ച് പ്ലീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 356 റുപ്പീസ് എങ്ങാനാണ്. ഇതിന് 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു ഫുഡ് വെയർ ആണ് കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. സോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. ഇട്ട് കഴിയുമ്പോഴും നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ലുക്കൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡ് വെയർ ആണ്. കാരണം ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരും ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും. സോ ഈ ഒരു ഫുഡ് വെയറിൻ്റെ ഒരു ഭംഗിയാണെങ്കിലും ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഈ ഒരു ഫുഡ് വെയറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ലുക്ക് ഉണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. നമുക്ക് സൽവാസിൻ്റെ കൂടെയും ഈ സൽവാർ സെറ്റ്സിൻ്റെ കൂടെയും കുർത്തീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. സോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. അല്ലാതെയും നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് രസം ഉണ്ടാവും. ഓക്കെ, കൂടുതലും ഈ സൽവാർ സെറ്റ്സിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതും ഞാൻ നോർമൽ സൈസ് എടുത്തിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടില്ല. ബട്ട് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് 39 ആണ്, അതായത് 6 കേട്ടോ. അതിൽ നമുക്ക് മീഷോയിൽ കാണുന്ന സമയത്ത് 6 ആണ് എൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്തത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. കാലിലിട്ടിട്ടാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചാൽ ഇത് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തതുകൊണ്ടാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ജസ്റ്റ് 264 റുപ്പീസിന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ഒരു ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ട് ഒരു ഹാർട്ടിൻ്റെ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു ഷർട്ട് ഡ്രസ്സെന്നോ ഒരു മാക്സി ഡ്രസ്സെന്നൊക്കെ പറയാം. സോ ഇത് വന്നിട്ട് ബട്ടൺസ് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും. കാഫ് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ്. ഷർട്ടിൻ്റെ അതേപോലെ തന്നെ ബട്ടൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫുൾ സ്ലീവിലാണ് വരുന്നത്. നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കാണ്. പിന്നെ ഈ ഒരു ബട്ടൺസ് കംപ്ലീറ്റ്ലി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട്. ബാക്കിലും സെയിം ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ഇതേ ഒരു സെയിം പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട്. പക്ഷെ ബെൽറ്റ് ഇട്ടിട്ടല്ല ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത്. എനിക്കിഷ്ടമല്ല. ബെൽറ്റ് ഇടാതെ ആയിരിക്കും ഇതിനൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. സോ 264 റുപ്പീസിന് എന്തുകൊണ്ടും വർത്താണ്. ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. വാഷ് ചെയ്താൽ കളറുകളൊക്കെ മറയ്ക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 1 2 3 4 5 6 പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസിൽ വന്നിട്ട് പറയാം. നമുക്ക് അതിനനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു സെറത്തിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ.
കുറച്ച് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വന്ന് കിടക്കുന്നതിനുണ്ട്, അതുകൊണ്ടാണ് അത് ലേറ്റ് ആവുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.